ഹലോ കൂട്ടുകാരെ, അപ്പൊ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അച്ഛന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് നമ്മൾ പോവുകയാണ്. തലേ ദിവസം, അതായത് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞു. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു സീനറിയാണിത്. അവിടെ കൂടുതലും തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഏലക്ക കൃഷിയൊക്കെയാണ് കൂടുതൽ. കാപ്പി കൃഷിയുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നത് തേയിലത്തോട്ടമാണ്. അപ്പൊ നല്ല ഭംഗി ഉണ്ടായിട്ട് തന്നെ നമ്മളവിടെ വണ്ടി നിർത്തി. ഇത് ഓഫ് റോഡ് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഭയങ്കര പൊടിയായിരുന്നു, കാരണം ജീപ്പ് ഒരുപാട് പോകുന്നത് നമുക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും പൊടിയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഈ കാണുന്നത് പെരിയാറാണ് കേട്ടോ. അപ്പം ഉണക്കായിട്ട് തന്നെ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7-7:30 നമ്മൾ അനന്തിൻ്റെ വീട്ടിലെത്തി. അപ്പം പിറ്റേ ദിവസം ഒരു 11:45 12:15 ഇടയ്ക്കായിരുന്നു മുഹൂർത്തം. അപ്പം അനന്തിൻ്റെ വീട്ടിൽ നിന്ന് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് 30 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. അപ്പം അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് അനന്ത് നേരത്തെ അയച്ചു തന്നിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കല്യാണത്തിന് പോകുന്ന വഴിക്ക് നമ്മൾ ഈ സ്പോട്ടിൽ കയറി. ഇതാണ് ആ സ്പോട്ട്. കേരളത്തിൽ തന്നെ നീളമുള്ള തൂക്കുപാലങ്ങളിലൊരു തൂക്കുപാലമാണ് ഈ കാണുന്നത്. ഏകദേശം 200 മീറ്ററോളം നീളമുണ്ട്. അപ്പം അധികം നാളൊന്നും ആയിട്ടില്ല ഇത് പണി കഴിപ്പിച്ചിട്ട്. 2011 ആണ് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചെങ്ങാടങ്ങൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോട്ടുണ്ട്, തൂക്കുപാലമുണ്ട്. ഇതിനെയൊക്കെയാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു സീനറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിലുപരി ഈ കാണുന്നത് എന്ന് പറയുന്നത് ദൂരം നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഈ കാണുന്നത് അവിടുത്തെ പാലമാണ്, പഴയ പാലമാണ്. ഇപ്പൊ ഏകദേശം വെള്ളം മുങ്ങാറായിട്ടുണ്ട്. എങ്കിൽ തന്നെ അതിൽ കൂടി തന്നെയാണ് കാറുകളൊക്കെ ഇപ്പോഴും പോകുന്നത്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഇത്തരം നീളംകോടി തൂക്കുപാലത്തിൽ കയറുന്നത്. അപ്പൊ അച്ചുകുട്ടിനും ഞാനും റിസ്ക് എടുത്ത് തന്നെ നമ്മൾ ആ തൂക്കുപാലത്തിൽ കൂടി അങ്ങേ അറ്റം വരെ നടന്നു. പക്ഷേ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. സെൻട്രൽ പോർഷൻ എത്തുമ്പോഴത്തേക്ക് നല്ല ഷേക്കിംഗ് ആയിരുന്നു. ഷേക്കിങ്ങും അതോടൊപ്പം തന്നെ കാറ്റും കൂടി വരുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് പേടി വരും. അപ്പം അതിൻ്റെ കൂടി അച്ചുകുട്ടൻ്റെ തുള്ളലും കൂടി ആയപ്പോഴത്തേന് പിന്നെ പറയും കൂടി വേണ്ടല്ലോ, ഒന്നുകൂടി നന്നായിട്ട് പാലം കുലുങ്ങാൻ തുടങ്ങി. പിന്നെ മിഠായിക്ക് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവനെ പിന്നെ അടയ്ക്ക് നിർത്തുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അങ്ങേ പോർഷൻ എന്ന് പറയുന്നത് ഒരുപാട് വീടുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏലക്ക കൃഷിയാണ് അങ്ങേയറ്റത്തെ സ്പോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ എല്ലാം വീടുകളൊക്കെ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇപ്പം ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചെങ്കാടത്തിന് നമ്മുടെ തൂക്കുപാലത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് സാഹസമായിട്ട് അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചു പോകുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഉടൻ തന്നെ നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്തിലേക്ക് പോയി. അപ്പം ഗൂഗിൾ അമ്മച്ചിയാണ് നമ്മൾ ആശ്രയിച്ചത്. അപ്പം ഗൂഗിൾ അമ്മച്ചി നമുക്ക് പണിയൊക്കെ തന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അത്ര മോശമായിരുന്നു. കാരണം കട്ടറായിരുന്നു എന്നറിയും. അപ്പം ശരിക്കും നമ്മൾ ചെറിയ രീതിയിൽ പെട്ടു. ഒരു ഓഫ് റോഡ് പോകുന്ന ഫീലൊക്കെ തോന്നി. പിന്നെ ഇതെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് കാണുന്നൊരു മരമാണ് കേട്ടോ. നല്ല സീനറി ആയിരുന്നു. പോയതിൽ നമുക്ക് നഷ്ടമൊന്നും തോന്നിയില്ല. അപ്പം ഈ ഒരു മരം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ അച്ഛനോട് പറഞ്ഞ് നിർത്തി. അപ്പം ആ മരം കണ്ടു എന്നറിയ എനിക്ക് തോന്നുന്നു വേരിങ്ങനെ മേളിൽ നിന്ന് വന്നിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അത് അവിടെ കാണാൻ. പിന്നെ മരങ്ങളൊക്കെ പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ മരങ്ങളല്ല. നിങ്ങൾ കണ്ടോ, ഒരുപാട് ബ്രാഞ്ചസ് ഒന്നുമില്ല, പക്ഷെ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. ഇതിന്റെ വലിയൊരു പ്രത്യേകത ഇവിടെ ഏലക്ക കൃഷിയൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പം അവര് മതിലിന് പകരം നമ്മുടെ ചെമ്പരത്തി ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കൃത്യസമയത്ത് തന്നെ നമ്മൾ കല്യാണത്തിനെത്തി. അപ്പം ഇതാണ് പെണ്ണും ചെറുക്കനും. അപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരേജ് ഫംഗ്ഷൻ ആയിരുന്നു. അധികം ചില ഹിന്ദുസിന്റെ കല്യാണത്തിൽ ഒരുപാട് സാരീസ് ഒക്കെ മാറത്തില്ല. ഇപ്പം ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സിമ്പിളായിരുന്നു, പക്ഷെ നല്ല എലഗന്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു. പെണ്ണ് ചെറുക്കുന്ന ആശംസകൾ പറഞ്ഞു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തില്ല, കാരണം വാഗമണ്ണും അവിടെയൊക്കെ നമുക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇത് കണ്ടോ, 3 പേരും, അതായത് അച്ചുകൂട്ടന് വരെ സെപ്പറേറ്റ് ഇല നമ്മാവൻ ഇടിയിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.